പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും അത് സന്തോഷത്തിനും കാരണമായി തീരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യും. എന്തുകൊണ്ട് കർത്താവ് സന്തോഷമായിരിക്കുന്നുവോ? കർത്താവിൽ സന്തോഷമായിരിക്കുന്നു. കർത്താവ് ജയോത്സവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ജീവിതത്തിന്റെ കർത്താവ് നടത്തി ഒത്തിരി വിധങ്ങളും വഴികളും ഉണ്ടെന്നൊക്കെ അറിയാം. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങ് എത്ര മഹാനായ ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ സഹോദരിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യവും ദൈവം കൂടെ ഇരിക്കണമേ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും സംസാരിപ്പാനുള്ള എല്ലാ കൃപയും നിന്റെ ദാസിയുടെ മേ ദൈവം കൊടുക്കുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ സുനിത, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞാട്ട്. ഞാൻ തിരുവനന്തപുരം വിളപ്പിശാല എന്ന് പറയുന്ന സ്ഥലത്ത്, കാവൻപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. എന്റെ വീട്ടില് ഞാനും മകനുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. സ്തോത്രം. ഒരു മകളുണ്ട്. മകള് കുടുംബമായി. കുഞ്ഞിന് 3 വയസ്സുണ്ട്. മരുമകൻ പെയിന്റിങ്ങിന്റെ പണിയാണ്. മകൻ അനിമേഷൻ പഠിച്ചുകൊണ്ട് നിൽക്കുന്നു. സ്തോത്രം. ഇതൊക്കെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഇനി ഞാൻ സമയം സുനിതയ്ക്ക് നൽകി തരികയാണ്. സുനിതയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ചെറുതിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാവുന്നതാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ സുനിത. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം എന്നെ പരിപാലിച്ചു, എന്നെ വഴി നടത്തിയ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സ്തോത്രം. നിന്നതല്ല, സർവശക്തനായ ദൈവം നിർത്തിയതാണ്. സ്തോത്രം. ഞാന് തിരുവനന്തപുരത്ത് സ്തോത്രം കാട്ടാക്കട താലൂക്കിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ വിളപ്പിൽ പഞ്ചായത്തിൽ തന്നെയാണ്. അവിടെയാണ് ഇപ്പോഴും ഞാൻ താമസിക്കുന്നത്. സ്തോത്രം. എന്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒരു 10ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്നാലും സർവശക്തനായ ദൈവം ഇതുവരെ എന്നെ നടത്തി. എന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്തോത്രം, വളരെയധികം കഠിന ശോധനയിലൂടെയും സ്തോത്രം, വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തില് ഒക്കെ ആയിരുന്നു. ഈ കുഞ്ഞുനാളിലെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അമ്മ വളരെ ബുദ്ധിമുട്ടിയും വീട്ടു ജോലി ചെയ്തും സ്തോത്രം ചല്ലിയടിച്ചും ഒക്കെയാണ് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ടു വന്നത്. അത്രയും ഒരുപാട് കൂടുതൽ പഠിപ്പിക്കാനായിട്ടുള്ള നിവൃത്തികളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും സ്തോത്രം, അന്ന് അധികമായിട്ട് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനോ ദൈവം ആരെന്നോ ഒന്നും അറിയാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം. അടുത്തുള്ള ചർച്ചിലൊക്കെ പോകും, CSI ചർച്ചിലും പോകും, അടുത്ത് കാണുന്ന അമ്പലങ്ങളിലൊക്കെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്നാൽ സ്തോത്രം, വചനം പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെക്കുറിച്ച് കണ്ടിരിക്കുന്നു എന്നുള്ള വാഗ്ദത്ത പ്രകാരം സ്തോത്രം, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തില് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് പറയുവാൻ സ്തോത്രം. ഹല്ലേലൂയ. തുണി തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂചി കടിച്ച് പകുതി സൂചി എൻ്റെ ഉദരത്തിനകത്തോട്ട് അങ്ങ് പോയി. സ്തോത്രം. എന്നാല് അപ്പോഴൊക്കെ പിന്നെ കുറെ വെള്ളമൊക്കെ കുടിച്ചു, മറ്റൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബോധം കെട്ട് വീഴുവാനും അടുത്തുള്ള ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, ജനറൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ സൂചി വയറിൽ ഉണ്ടെന്ന് കാണുവാനിടെ എക്സ്റേയിലൊക്കെ വന്നു. എന്നാല് അന്ന് വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും എൻ്റെ അമ്മ പണ്ടും നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. സ്തോത്രം. എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ആദ്യം അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കും. അത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അമ്മയുടെ കഷ്ടതയിലെല്ലാം അമ്മ ആദ്യം പറയുന്നത് ദൈവത്തോടായിരുന്നു. സ്തോത്രം. അങ്ങനെ ഈ പ്രതിസന്ധി, അതായത് സ്തോത്ര സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞുവെങ്കിലും
അന്ന് സർജറി ചെയ്യുക എന്ന് പറഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ്. അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ചല്ലിയടിച്ചൊക്കെ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് മാത്രമാണ് അത് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആകും അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. നാട്ടുകാരൊക്കെ പറയണ സൂചി ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്ത് കാണും, അങ്ങനെയൊക്കെ അത് ഓടിക്കൊണ്ടിരിക്കും രക്തത്തിലൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ സ്തോത്രം, എന്റെ അമ്മ അറിയാന്നുള്ളത് ഒരേയൊക്കെ പ്രാർത്ഥന. അന്ന് എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം, ഞങ്ങള് പള്ളിയിലൊക്കെ പോണ ഈ അവിടെ എന്തെങ്കിലും ഉത്സവമൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അതിലൊക്കെ തരുമായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ചർച്ചിൽ പോകുന്നത്. എന്നാൽ സ്തോത്രം, എന്റെ അമ്മയുടെ ആ ചെറിയൊരു വിശ്വാസം പോലും അമ്മ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിന്നീടുള്ള എക്സ്റേയിലും സ്കാനിങ്ങിലും ഒക്കെ ഉദരത്തിൽ നിന്നും ആ സൂചി പോയതായിട്ട് സ്തോത്രം വെളിപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കി. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ കുറിച്ച് കണ്ടിട്ടുണ്ട്, പദ്ധതിയും പ്ലാനുകളും ഉണ്ടെങ്കിലും ശത്രു എത്ര തന്നെ തകർക്കുവാൻ നോക്കിയാലും അവിടെ നമ്മൾ പോലും അറിയാതെ ഒരു കവറിങ് സ്വർഗത്തിലെ ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്, നമ്മെ സംരക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്തോത്രം, ഞാന് എന്റെ വിവാഹ ജീവിതത്തോടനുബന്ധിച്ച് വളരെയധികം വിവാഹം കടന്നതോടുകൂടി വളരെയധികം വേദനയിലും നിരാശയിലും ദുഃഖത്തിലും ഒക്കെ ആയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ലായിരുന്നു എന്റെ കുടുംബ ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. തികഞ്ഞ മദ്യപാനിയും മറ്റു അനാശാസ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ ഭർത്താവ്. ഞാൻ എന്താണോ ജീവിതത്തിലെ വെറുത്ത കാര്യങ്ങൾ അതെല്ലാം കുടികൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്തോത്രം എന്റെ ഭർത്താവ്. അതിന് വളരെയധികം വേദനയും സത്യം പറഞ്ഞാൽ പലപ്പോഴും ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. എങ്കിലും അവിടെ നിന്നെല്ലാം ദൈവം സംരക്ഷിച്ചു. നേരെ ചർച്ചിൽ പോകത്തില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, പുള്ളിക്കാരൻ ഒരു ഹിന്ദു ആയിരുന്നു. ചർച്ചിൽ പോകുന്നതിനൊക്കെ വിലക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ എല്ലാം ദൈവം കരുതി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ജീവിതം, കുടുംബജീവിതം ഒരിക്കലും ഒരു സമാധാനത്തിലോ ഒരു സന്തോഷത്തിലോ അല്ലായിരുന്നു. എപ്പോഴും അടിയും വഴക്കും ഉപദ്രവവും കേസും അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എനിക്ക് ഒരു പെൺകുഞ്ഞ് ലഭിക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം എന്നെ അടുപ്പിക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് ദൈവം നമ്മെ കടത്തിവിട്ടത്, എന്നെ കടത്തിവിട്ടത് ദൈവത്തെ അറിയുവാൻ. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പല പല പ്രതിസന്ധികളിലൂടെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു കരം ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും അവിടെ എല്ലാം നമ്മൾ തളർന്നു പോകുമെന്ന്. എന്നാൽ നമ്മൾ പോലും അറിയാവുന്ന ഒരു കരം, കർത്താവിന്റെ കരം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ഭർത്താവുമായിട്ട് പിണങ്ങി. സ്തോത്രം, ഞാന് സത്യം പറഞ്ഞാൽ ഒളിച്ചൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ. എവിടെ വെച്ച് കണ്ടാലും എന്റെ അമ്മയെ മർദ്ദിക്കുക, എന്നെ ഉപദ്രവിക്കുക, എനിക്കൊരു അനിയത്തിയുണ്ട്, അനിയത്തിയെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ ഭർത്താവ്. അങ്ങനെ ഞാൻ ഒളിച്ചു താമസിക്കുന്ന സാഹചര്യത്തിൽ എന്റെ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ, എന്റെ മകൾക്ക്. അപ്പോൾ എന്റെ ജീവിതത്തില് എനിക്കൊരിക്കലും വിട്ടുമാറാത്തൊരു തലവേദന എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ തലവേദന കാരണം എനിക്ക് കണ്ണു തുറക്കുവാനോ എനിക്ക് നിവർന്ന് കിടക്കുവാനോ അല്ലെങ്കിൽ സ്തോത്രം സംസാരിക്കുവാനോ എനിക്ക് മറ്റു ജോലിക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ തലവേദന എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒളിച്ചു താമസിക്കുന്ന സാഹചര്യത്തിലും പലപ്പോഴും ഭക്ഷണമില്ലാതെ കഞ്ഞിവെള്ളം പോലും കുടിക്കുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു സമയം എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അടുത്ത വീട്ടില് കഞ്ഞിവെള്ളത്തിനായിട്ട് ഞാനിങ്ങനെ ഇത്തിരി ചോദിക്കുകയുണ്ടായി, എനിക്ക് ഇത്തിരി കഞ്ഞിവെള്ളം തരും. സ്തോത്രം, അതിനുപോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത്രയ്ക്കും ഭക്ഷണത്തിനായിട്ട് ഞാൻ അധികം ബുദ്ധിമുട്ടിയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഈ തലവേദന വന്ന സമയത്ത് സ്തോത്രം അടുത്തുള്ള ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അവിടെ ഒന്നും ഒരു കുറവുമില്ല. പിന്നെ എന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുവാനിടയായി. സ്തോത്രം. അപ്പോൾ മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ആക്കി. അവിടെ നിന്ന് ആഹാരമില്ല,
കുഞ്ഞൊരു സൈഡിൽ, അന്നൊക്കെ ഈ ബെഡൊന്നും ഇല്ല, പായുടെ ഒരു ഇങ്ങനെ തറയിൽ വിരിച്ചു അങ്ങനെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മരണം മാത്രമാണ് എന്റെ മുന്നിലുള്ളത്, നിരാശ മാത്രമാണ് എന്റെ ജീവിതത്തില്. ഹല്ലേലൂയ. എക്സ്റേ സ്കാനിങ് എടുത്തപ്പോൾ എന്റെ തലയിൽ ഒരു മുഴ ഉണ്ട് എന്ന് കണ്ടെത്തുവാനായിടയായി തീർന്നു. സ്തോത്രം. ഈ മുഴയുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അപ്പൊ എന്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോഴൊന്നും എന്റെ അമ്മ ഈ ദൈവിക ഭാഗത്ത്, അതായത് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ എന്റെ അമ്മ വന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്റെ അമ്മയ്ക്ക് അറിയാവുന്നുള്ളത് പോലെ എന്റെ അമ്മ പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും നോക്കുമ്പോഴും സ്തോത്ര, ഒരു കയ്യില് അമ്മ കുഞ്ഞിനെയും എടുത്ത് വെച്ച് ഞാൻ കിടക്കുന്ന പായുടെ ഒരു മൂലയിലിരുന്ന് അമ്മയ്ക്ക് അറിയാവുന്നുള്ളത് പോലെ അമ്മ പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. സ്തോത്ര. അപ്പോഴങ്ങനെ ഇരുന്നു, ഞാൻ എന്തായാലും ഇനി മരണമാണ്, എന്തായാലും ഞാൻ മരിച്ചു പോകും, അപ്പോൾ എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു കരങ്ങളിലേക്ക് എനിക്ക് എത്തിക്കണമല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു. സ്തോത്രം. ഏതെങ്കിലും അനാഥാലയത്തിൽ കുഞ്ഞിനെ ആക്കാം, എന്തായാലും ഹസ്ബൻഡ് നോക്കത്തില്ല, ഒരു പെൺകുഞ്ഞാണ്, അമ്മ വാർദ്ധക്യമായി വരുന്നു, എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തേണ്ടത്, അങ്ങനെ ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്തോത്രം. ഞാൻ അടുത്ത് കിടന്ന ആൾക്കാരുടെയൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തിരുവനന്തപുരം ചിത്ര ഹോം എന്ന് പറയുന്ന ഒരു അനാഥാലയമുണ്ട്, അവിടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കാനായിട്ടൊക്കെ അവര് വളർത്തും, അമ്മയും അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ വളർത്തുമെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ വളരെ നിരാശപ്പെട്ടിരുന്നപ്പോൾ എന്റെ അടുക്കലേക്ക് രണ്ട് സഹോദരിമാര് കടന്നു വരുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ രണ്ട് സഹോദരിമാരിൽ അതിൽ ഒരു സഹോദരി രണ്ട് പേപ്പർ ചുരുളുകൾ എന്റെ കയ്യിൽ തരുവാനിടയായി. സ്തോത്രം. അത് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ശരി, വിശ്വാസമില്ല എനിക്ക്, എങ്കിലും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ശരി എന്ന് പറഞ്ഞു. ഈ രണ്ട് പേപ്പർ ചുരുളും തന്നിട്ട് ആ രണ്ടുപേരും അങ്ങ് പോയി. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ പേപ്പർ ചുരുള് നോക്കിയപ്പോൾ ഒരു കയ്യില് കുറച്ച് കാശാണ്, അത് എത്ര രൂപയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ മറ്റേ കയ്യിൽ ഒരു പേപ്പർ ചുരുളുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, എന്റെ വിചാരമല്ല നിന്റെ വിചാരം, എന്റെ വഴിയല്ല നിന്റെ വഴി. സ്തോത്രം. അങ്ങനെ ഒരു വചനം എഴുതിയൊരു പേപ്പറായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴാണ് അങ്ങനെ ഈ ആശുപത്രികളിലൊക്കെ ഇങ്ങനെ വചനങ്ങൾ എഴുതിയ പേപ്പറുമായിട്ട് അങ്ങനെ അധികം ആൾക്കാർ വരാത്തത്. സ്തോത്രം. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ വരുമായിരുന്നു. ഈ വചനം ഹല്ലേലൂയ എന്റെ ജീവിതത്തെ, എന്റെ ഹൃദയത്തിനകത്തേക്ക് ചലിപ്പിക്കുവാനായിട്ട് ദൈവാത്മാവിടയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കഴിഞ്ഞ നിമിഷം വരെ ചിന്തിച്ചു കൊണ്ടിരുന്നത്, സ്തോത്രം, എന്തായാലും ഞാൻ മരിക്കും. സർജറി ഒക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊന്നും മരുന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും സ്തോത്രം എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ കോമ സ്റ്റേജിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഇങ്ങനെയൊക്കെ എന്റെ ചിന്ത. ഞാൻ മരിച്ചു പോയാൽ എന്റെ കുഞ്ഞ് അനാഥയായി തീരുമല്ലോ, സ്തോത്രം, അതിനെ അനാഥാലയത്തിലാക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്റേതായ, അതായത് മാനുഷികമായ പദ്ധതികളും പ്ലാനുകളും ഞാൻ തയ്യാറാക്കി കൊണ്ടിരുന്നപ്പോൾ, സ്തോത്രം, സർവശക്തനായ ദൈവം എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവിടെ, സ്തോത്രം, കർത്താവ് ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഈ വചനം എന്നെ ക്രിയ ചെയ്യുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. കർത്താവിന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി ഇത് വേറെയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ എന്തായാലും ഇന്നെ പിന്നെ എനിക്ക് ചികിത്സയൊന്നും വേണ്ട, നമുക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം. സ്തോത്രം. എന്നിട്ടും ഇങ്ങനെയാണെങ്കിലും മരിക്കും എന്നുള്ള ഒരു ചിന്ത എന്നിൽ നിന്നും വിട്ടുമാറിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ മരിക്കും, വീട്ടിൽ കിടന്ന് മരിക്കാം എന്നുള്ള ധാരണയില്. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു, എന്തായാലും ഡിസ്ചാർജ് ചെയ്യത്തില്ല, കാരണം അവര് ബാക്കി ചികിത്സയോടെ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം, കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അമ്മ മുന്നമേ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങണം, ഞാൻ ഈ പായെല്ലാം കൂടെ ചുരുട്ടി അങ്ങ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാതെ മനഃപൂർവ്വമായിട്ട് ഇറങ്ങി. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഞാൻ ഈ വാടക വീട്ടിൽ വന്നു കിടക്കുകയാണ്, എനിക്ക് അസുഖമൊന്നും ഭേദമായിട്ടില്ല. സ്തോത്രം. അങ്ങനെ വളരെയധികം ഭാരത്തില് സ്തോത്രം, വേദനയോടെ ഇങ്ങനെ കിടക്കുമ്പോൾ വീണ്ടും സ്വർഗത്തിലെ ദൈവം അവിടെയും ഒരു ദൂതനെ അയച്ചതുപോലെ ഒരു സഹോദരി അവിടെയും വന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ അവര് ഒന്ന് പറഞ്ഞു, സ്തോത്രം, ഒന്ന് പ്രാർത്ഥിച്ചാ മതി, ഇത് രോഗമൊന്നുമല്ല, അങ്ങനെ നിന്നെ, സ്തോത്രം, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്താനൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല, വരാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നു. ഒരു ചർച്ചിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ആലയത്തില് സ്തോത്രം, ഈ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. പിന്നെ അവിടെ വന്ന്
പ്രാർത്ഥിച്ചാൽ, ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരും, നിന്റെ ഈ അസുഖമൊക്കെ മാറും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അപ്പോഴേ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് സ്നാനപ്പെടണം, പിന്നെ അത് കഴിഞ്ഞ് മാലയും കമ്മലും അത് കടക്കമ്മലൊക്കെ വാരി ഇട്ടിരിക്കുകയായിരുന്നു, കമ്മലും ഒരു മാലയ്ക്ക്, ഇതൊക്കെ മാറ്റണമല്ലോ, ഇതൊന്നും പറ്റൂല, അവര് പിടിച്ച് നമ്മളെ എന്ത് ചെയ്യും, മുക്കിക്കളയും എന്നൊക്കെ ഞാൻ പറഞ്ഞു. എടി അതല്ല, നിനക്ക് ദൈവം ഒരു രൂപാന്തരം, അല്ലെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്. നിനക്ക് ജീവൻ കിട്ടണമല്ലോ, നിന്റെ കുഞ്ഞിനെ വളർത്തണമല്ലോ, അവിടെ വന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം എന്താണോ നിന്നോട് പറയുന്നത് അതുപോലെ നീ ചെയ്യുവാനായിട്ട് ആ സഹോദരി അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനും എന്റെ കുഞ്ഞും എന്റെ അമ്മയായിട്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്നെ പണ്ട് പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ഈ പ്രാർത്ഥനാലയം ഇട്ടേക്കുന്നത്. സ്തോത്രം. അവിടെ നിന്ന് കണ്ട ഉടനെ സന്തോഷത്തോടെ എന്നെ വിളിച്ചു എന്റെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വളരെയധികം പ്രയാസം ടീച്ചറിനുണ്ടായി. കാരണം പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിതത്തിലെ പാളിച്ചകൾ വന്നു എന്നൊക്കെ പറഞ്ഞു പ്രയാസമായിരുന്നു. സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. സ്വർഗത്തിലെ ദൈവം എത്ര വലിയവനാണ്. അവിടെ എന്റെ ഭർത്താവിനെ കൂട്ടിവരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇടയായി തീർന്നു. ഞങ്ങള് ഹല്ലേലൂയ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് മറ്റൊരു ആ ഒരു ജീവിതം, ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളയുന്ന ഒരു ആ പ്രതിസന്ധി അവിടെ നിന്ന് മാറുകയും, സ്തോത്രം, ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ തലവേദന പൂർണ്ണമായിട്ട് സർവശക്തനായ ദൈവം അത് മാറ്റിത്തന്നു. ഹല്ലേലൂയ, സ്തോത്രം. എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും അത് വരില്ല. കാരണം ഞാൻ മരണം മാത്രമാണ് മുന്നിൽ കണ്ടത്. എന്നാൽ അവിടെ എനിക്ക് തന്ന വചനം പോലെ നിന്റെ വിചാരമല്ല കർത്താവിന്റെ വിചാരം, എന്റെ വഴിയല്ല കർത്താവിന്റെ വഴി എന്ന് പറഞ്ഞതുപോലെ, സ്തോത്രം, ആ വചനം അവിടെ വാസ്തവമായി തീർന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ സ്തോത്രം ഒരുമിച്ച് ദൈവഭാഗത്തേക്ക് വരുവാൻ, അതായത് ഒരുമിച്ച് സ്നാനപ്പെടുവാൻ. ഞാൻ എന്താണോ വെറുത്തിരുന്നത്, സ്തോത്രം, അതായത് ഹല്ലേലൂയ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തും ആരാധിക്കുന്ന സമയത്തും കൈകൊട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, അത് ഞാൻ പലപ്പോഴും കളിയാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. ഇതിങ്ങനെ പെന്തക്കോസ്തുകാരിങ്ങനെ ചാടി തുള്ളി മറിയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളില് കടന്നു വന്നപ്പോൾ, സ്തോത്രം, ഞാൻ അറിയാതെ തന്നെ എന്റെ ശരീരത്തില് അത് അനുഭവിക്കുവാനും, സ്തോത്രം, ഞാൻ എന്താണോ വെറുത്തിരുന്നത് അത് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ഒരു വാഞ്ച എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുകയും ദൈവത്തോട് ഞാൻ എന്റെ ഭർത്താവ് ഒരുമിച്ച് ഞങ്ങൾക്ക് സ്നാനപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം, സ്തോത്രം, ഞങ്ങൾക്ക് ഒരു മകനെ കൂടെ സ്വർഗത്തിലെ ദൈവം തരുവാനിടയായി തീർന്നു. എന്നാൽ അവിടെയും, സ്തോത്രം, അത് കഴിഞ്ഞിട്ടും എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഭർത്താവ് വീണ്ടും മദ്യപാനവും ഉപദ്രവവും ഒക്കെ തുടങ്ങി. സ്തോത്രം. ഒരിക്കൽ ഞാന് ജീവിപ്പാൻ എന്നിട്ട് പിന്നെ എന്നെ ചർച്ചിൽ വിടാതായി. വീണ്ടും പഴയതുപോലെ എന്നെ ചർച്ചിൽ വിടത്തില്ല, പ്രാർത്ഥിക്കാൻ വിടത്തില്ല, ബൈബിള് കത്തിക്കും, ബൈബിൾ എടുത്തെറിയുക, അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ വീട്ടിൽ ഇരുന്ന് ധാരാളം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്തോത്രം. ഒളിച്ചൊക്കെയാണ് ബൈബിൾ വായിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നത് ബാത്റൂമിൽ കയറിയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായി മാറി എന്റെ ഭർത്താവ്. വീണ്ടും പഴയ സ്വഭാവമൊക്കെ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കെ, സ്തോത്രം, എനിക്ക് ഹല്ലേലൂയ, ഞാനൊരു അടുത്ത വീട്ടില് ഇങ്ങനെ കുറച്ച് അവിടെ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന സമയത്ത്, സ്തോത്രം, എന്റെ കണ്ണില് കൃഷ്ണമണികൾ പെട്ടെന്ന് അനങ്ങാതെയായി തീർന്നു. പെട്ടെന്ന് കണ്ണ് എനിക്ക് അടയ്ക്കാൻ പറ്റാതെയും, ഹല്ലേലൂയ, സ്തോത്രം, തുറക്കാതെ അങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പൊ ആ കുഞ്ഞു പറഞ്ഞു, അവിടുത്തെ ആ ഒരു പെൺകുട്ടിയുണ്ട്, അവിടെയുള്ള പെൺകുട്ടി പറഞ്ഞു, ചേച്ചി ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, ചേച്ചി ആശുപത്രിയിൽ പോവാൻ പറഞ്ഞു. ചേച്ചിയും കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം, ഈ കണ്ണിങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. എനിക്ക് വല്ലാത്തൊരു വെപ്രാളം. സ്തോത്രം. ഈ കണ്ണിന് എന്ത് പറ്റി? സ്തോത്രം, എന്റെ ജീവിതത്തിലെ അയ്യോ 2 പൊടി കുഞ്ഞുങ്ങളാണ്, എന്റെ കണ്ണിന് എന്തെങ്കിലും വന്നുപോയാൽ എന്ത് പറ്റും? ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ണ് തുറക്കാൻ. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, എന്തായാലും കൊച്ചുങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. സ്തോത്രം. അപ്പോ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അപ്പോഴത്തെ അറിയത്തില്ല. എങ്കിലും ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ ഒരു
PG വർഗീസ് അങ്കിളിന്റെ ഒരു പുസ്തകം എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടി. അത്ഭുതങ്ങളുടെ താക്കോൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ അതിലിങ്ങനെ ഓരോ വചനങ്ങൾ പറഞ്ഞിങ്ങനെ യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയണം എന്നൊക്കെ പ്രാർത്ഥിക്കണം, ദൈവത്തിന് പുകഴ്ചയും ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. ഞാനിവിടെ വന്നു, വീട്ടിനകത്ത് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. വെള്ളം എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ റൂമിനെ അടച്ചിട്ട്, സ്തോത്രം, തറയെ കിടന്ന് ഉരുണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എന്റെ അവസ്ഥ ഇന്ന അവസ്ഥയാണ്, എനിക്ക് നേരെ ചൊവ്വെ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല കർത്താവെ, നേരെ ചൊവ്വെ എനിക്ക്, സ്തോത്രം, ചർച്ചിൽ പോവാൻ കഴിയുന്നില്ല, എനിക്ക് നല്ല ചികിത്സ കിട്ടത്തില്ല. ഓ സ്തോത്രം. അപ്പോ എനിക്ക് എന്നെ സഹായിപ്പാൻ എന്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ തറയിൽ കിടന്ന് ഉരുണ്ടു. തറയെന്ന് വെച്ചാൽ വെറും ചരല് നിറഞ്ഞൊരു തറയാണ്, അത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവിടെ കിടന്ന് കരഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, ഓ സ്തോത്രം, യേശുവിന്റെ രക്തം ഈ വെള്ളത്തിൽ ഒഴിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 3 പ്രാവശ്യം. എവിടെന്നാണ് ഈ ബുദ്ധി വന്നതെന്ന് എനിക്കറിയത്തില്ല, എവിടെന്നാണ് ഈ ചിന്ത വന്നതെന്ന് എനിക്കറിയത്തില്ല, എവിടെന്നാണ് ഈ പ്രാർത്ഥന എന്റെ വായിൽ വന്നതെന്ന് എനിക്കറിയത്തില്ല, എവിടെന്നാണ് ഈ ധൈര്യം എനിക്ക് തന്നതെന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. ഇപ്പൊ ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, ഈ ധൈര്യവും ഈ ചിന്തയും ഒക്കെ എനിക്ക് എവിടെ നിന്ന് വന്നത്. സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുത്തുവാൻ ഈ വെള്ളം ഞാൻ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം എന്റെ കണ്ണിൽ ഒഴിച്ചപ്പോൾ, ഓ സ്തോത്രം, ദൈവത്തിന് മഹത്വം, എന്റെ കണ്ണ് അടയ്ക്കുവാനും എന്റെ കൃഷ്ണമണി ഇടത്തോട്ടും വലത്തോട്ടും, സ്തോത്രം, ഹല്ലേലൂയ, ചലിപ്പിക്കുവാൻ എന്റെ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കി. സ്തോത്രം. ഒരു 5 പൈസ പോലും ആകാതെ, സ്തോത്രം. സാധാരണ എന്റെ ഭർത്താവ് ആശുപത്രിയിൽ പോയി എന്നെ അവിടെ അഡ്മിറ്റ് ആക്കാൻ സമ്മതിക്കത്തില്ല, മരുന്ന് വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ ആശുപത്രി വന്ന് ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. സ്തോത്രം. എന്നാല് അവിടെയൊക്കെ ആരും ഇല്ലെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, അത് കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, ആരുമില്ലാത്തവർക്ക് കർത്താവ് ഏറ്റവും അടുത്ത തുണയും സഹായകനും സഖിയുമാണെന്ന് ദൈവം ഒരിക്കൽ കൂടി, സ്തോത്രം, എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിപ്പെടുത്തി. സ്തോത്രം. എന്നെ ആ കണ്ണിന്റെ അസുഖം എനിക്ക് പൂർണ്ണമായിട്ട് മാറുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാനിപ്പോൾ ചിന്തിക്കുന്നു, സ്തോത്രം, ദൈവം ഓരോ പ്രതിസന്ധിയിലൂടെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുത്തേക്ക് കുറച്ചും കൂടെ അടുപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും അവിടെയും പിന്നും എനിക്ക്, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ പിന്നെയും കടന്നു വന്നു. ഹല്ലേലൂയ. ഒരു, സ്തോത്രം, എന്റെ മോൾക്ക് 10 വയസ്സായപ്പോൾ ഒരു പനി വരുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ, സ്തോത്രം, ഈ പനി വന്നിട്ട് അടുത്തുള്ള ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, ശരിയായില്ല. സ്തോത്രം. അപ്പോ രാവിലെ ആയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ, സ്കൂളിൽ പോയിട്ട് 4-5 ദിവസമായി, മോൾ എന്തായാലും ഇന്ന് സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മ, ഞാൻ ഇന്ന് പോകുന്നില്ല, ചാച്ചൻ ഇന്നലെ ചാച്ചൻ എന്നാണ് അച്ഛനെ വിളിക്കുന്നത്. സ്തോത്ര. ചാച്ചൻ ഇന്നലെ തൊട്ടേ അമ്മയെ ഉപദ്രവിക്കുകയാണ്, ഇന്ന് എന്തായാലും ചാച്ചൻ വെളുപ്പിനെ മദ്യപിക്കാൻ പോയിട്ടുണ്ട്, എന്റെ അമ്മയാ ചാച്ച അടിച്ചു കൊല്ലും, എനിക്ക് എന്റെ അമ്മയെ വേണം, ഞാൻ പോകുന്നില്ല. അത് പറ്റൂല, അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം, നീ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ഞങ്ങൾ കിടക്കുന്ന ആ സ്ഥലം പട്ടി പോലും നേരെ ചൊവ്വെ കിടക്കില്ല, അത്രയ്ക്ക് ഒരു ചെറ്റ മാടത്തില് ചരല് നിറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ്, എന്തായാലും കട്ടൻ ചായ ഇട്ട് തരാം, കുടിച്ചിട്ട് മോള് പോണോന്ന് പറഞ്ഞു. ഞാൻ കട്ടൻ ചായ ഇട്ടിട്ട് കുഞ്ഞിന് ആറ്റി കൊടുക്കാനായിട്ട് വന്നത് നോക്കിയപ്പോ കുഞ്ഞ് ജന്നി വന്ന് കണ്ണെല്ലാം ഇങ്ങനെ മേളിലോട്ടായി, കുഞ്ഞ് വില്ല് പോലെ വളഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ആരുമില്ല, ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല, ഭർത്താവ് എവിടെയെന്ന് അറിയത്തില്ല, ഒരൊറ്റ കുഞ്ഞുങ്ങൾ അടുത്തൊന്നുമില്ല. എന്റെ ഈ നിലവിളി കേട്ട് അടുത്തുള്ള ഒരു സ്ത്രീ, അവര് വന്നിട്ട് ഒന്ന്, ഈ കൊച്ചിന് ജന്നി വന്നതാണ്, എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. സ്തോത്രം. ആരുമില്ല. ഇളയ കുഞ്ഞിനെ എടുത്ത് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. അപ്പോ അടുത്തുള്ള ഒരു ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ സാരമില്ല, പനി തലയിൽ പിടിച്ചതാണ്, കുഞ്ഞിന് ഒരു 3 മണിക്കൂർ കുഞ്ഞ് ഉറങ്ങും, എന്തായാലും കുഞ്ഞിന് ചെന്നിട്ട് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് വിചാരിച്ചു, തലേദിവസം രാത്രിയില് ശരീരത്തിന് ധാരാളം ഉപദ്രവമേറ്റു, മുറ്റത്ത് കുറച്ച് ചല്ലി കൊണ്ടിട്ടിരുന്നു, അതിന്റെ ചല്ലിയുടെ ഇടയിൽ കൂടെയൊക്കെ വലിച്ചിഴച്ച് ശരീരമെല്ലാം മുറിഞ്ഞ് അല്പം പോലും എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തായാലും എന്റെ കുഞ്ഞിന് കഞ്ഞി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് അരി എടുത്ത് അടുപ്പിട്ട് നോക്കിയപ്പോ 3 മണിക്കൂർ ഉറങ്ങുമെന്ന് പറഞ്ഞ കുഞ്ഞ് പെട്ടെന്ന് വീണ്ടും വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിനെ വെച്ചോണ്ടിരുന്നാ പറ്റത്തില്ല,
എന്തേലും ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു പയ്യൻ ഓട്ടോ ഓട്ടിക്കുന്ന പയ്യനുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. ഓട്ടോയുടെ പൈസ ഞാൻ വീട്ടു ജോലി ചെയ്തിട്ട് തരാം. എന്നെ എത്തി ആശുപത്രി കൊണ്ടെത്തിക്കണോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൂജപ്പുര എന്ന് പറയുന്ന കുട്ടികളെ നോക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവിടെ ഇരുന്ന ഡോക്ടർ പറഞ്ഞു, അമ്മ ഇത് കുഞ്ഞിന് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, തലയുടെ എന്തോ ബുദ്ധിമുട്ടാണ്, എത്രയും പെട്ടെന്ന് SIT കൊണ്ടെത്തിക്കണം. അപ്പൊ ഞാനും ഈ 1.5 വയസ്സായ ആൺകുട്ടിയും ഈ എന്റെ മകളും മാത്രമേ ഉള്ളൂ. അപ്പോ ഞാന് പറഞ്ഞു, അവനോട് പറഞ്ഞിടാ എന്നെ എങ്ങനെയെങ്കിലും SIT എത്തിക്കണം, കൊച്ചിനൊട്ടും വയ്യാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആശുപത്രിയിൽ ഞങ്ങൾ 3 പേരുമായിട്ട് പോയി. ഉടനെ തന്നെ അവിടെ ചെന്നപ്പോ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, അമ്മ കുഞ്ഞിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. പക്ഷെ അമ്മ ഇവിടെ കിടന്ന് കരയരുത്, കാരണം അടുത്ത് ധാരാളം അമ്മമാര് കിടക്കുകയാണ് കുഞ്ഞിനെയും വെച്ചും കൊണ്ട്. അമ്മ കരയുമ്പോ ആ അമ്മമാര് പേടിച്ച് അവരും കരയും. അതുകൊണ്ട് അമ്മ കരയരുത്, എപ്പോഴും പുറത്തൊരാള് വേണം, കുഞ്ഞിനെ ICUലോട്ട് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. സ്തോത്രം. അവിടെ കൊടുത്ത മെഡിക്കൽ കോളേജ് SIT കൊണ്ടുപോയാല് ഉടനെ അവര് ഓരോ ടെസ്റ്റുകൾക്കാണ് എഴുതി തരുന്നത്. സ്തോത്രം. രക്തം പരിശോധിക്കണം, നട്ടലിന്നൊരു സാധനം ഇങ്ങനെ കുത്തിയെടുത്ത അത് തരും. അങ്ങനെ തന്നപ്പോ ആരുമില്ല കൊണ്ടോടാൻ. ഈ കുഞ്ഞിന്റെ അടുത്തും ഒരാള് വേണം. ട്രിപ്പ് എടുക്കുമ്പോ കുഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയ കുഞ്ഞ് എന്റെ കയ്യില്. ഞാൻ 4 ദിവസമായി നേരെ ആഹാരം കഴിച്ചിട്ട്. സ്തോത്രം. ഈ ഇളയ കുഞ്ഞാണെങ്കിൽ തറയെ നിക്കത്തുമില്ല. ഒരു ഭ്രാന്തി എങ്ങനെയാണോ ഓടുന്നത്. അപ്പൊ അടുത്തുള്ള അവരുടെ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോണം, ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT എന്ന് പറയുന്നത് വാർഡ് ഒരു സ്ഥലത്തും ഈ രക്തം പരിശോധിക്കുന്നത് ഇന്ന് കുറെ ദൂരെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു കയ്യിൽ എന്റെ കുഞ്ഞും മറ്റേ കയ്യിൽ ഈ നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത ആ ഫ്ലൂയിഡുമായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാന് സ്നാനപ്പെട്ടു, ദൈവഭാഗത്ത് വന്നുവെങ്കിലും കുറച്ചു നാള് മാത്രമേ എനിക്ക് പോകാൻ പറ്റിയുള്ളൂ. പിന്നെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷെ എവിടെയോ കേട്ടൊരു വചനം ഉണ്ടായിരുന്നു. വചനത്തിന്റെ ഒരറ്റം അത് എവിടെയാണോ കിടക്കുന്നതെന്നോ, അതിന്റെ ആദ്യം എവിടെയാണെന്നോ, അതിന്റെ അവസാനം എവിടെയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ഇങ്ങനെ ഒരു വാക്ക് മാത്രം എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ ഫ്ലൂയിഡ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഇടനാഴിയിലൂടെ പറഞ്ഞ് കരഞ്ഞു പോകൊണ്ട് ഭ്രാന്തിയെ പോലെ ഓടുകയാണ് ലാബിലേക്ക് കൊടുക്കാൻ. അപ്പൊ അടുത്തുള്ള ഈ എന്നെ കാണുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നത്, എന്തോ ഭ്രാന്തി ഇങ്ങനെ എന്തോന്ന് ജൽപ്പനം ചെയ്തുകൊണ്ട് നടക്കുക ഇങ്ങനെ ഓടുന്നതെന്ന്. പക്ഷെ എന്നാല് ഇതിങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഓരോ ടെസ്റ്റുകൾ തരും. ഈ ഒരു വചനം എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ നാവിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. വൈകിട്ടായപ്പോ എന്റെ മാതാവ് ഒന്ന് ഇളയ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ എന്റെ മകൾക്ക് വളരെ സീരിയസ് ആയതുകൊണ്ട് എന്നെ അകത്ത് ഈ ICUയിൽ കുഞ്ഞിന്റെ ബെഡിനകത്ത് ഇരിക്കാനായിട്ട് ആ ഡോക്ടർ അനുവദിച്ചു. കാരണം എന്തായാലും കുഞ്ഞ് മരിച്ചു പോകും. അപ്പൊ പിന്നെ കുറച്ചു നാൾ അമ്മയുടെ കയ്യില് അമ്മ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തില് ഡോക്ടറിനകത്ത് കയറ്റി. ഞാൻ നോക്കുമ്പോ, സ്തോത്രം, എനിക്ക് ഈ കൊച്ചിന്റെ കൈ പിടിച്ചു വെച്ച് ഞാൻ ഈ വചനം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോ ഇടത്തെ സൈഡിൽ കിടക്കുന്ന കുഞ്ഞും മരിക്കും, വലത്തെ സൈഡിൽ കിടക്കുന്ന കുഞ്ഞും മരിക്കും, കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോണു. ഹല്ലേലൂയ, സ്തോത്രം. അവരെല്ലാം ഇങ്ങനെ പുറത്താള് ഒഴിക്കും, ബോഡി അങ്ങ് എടുത്ത് മാറ്റും. അപ്പോ എന്റെ മനസ്സിൽ ദൈവമേ, അങ്ങനെ ഈ കുഞ്ഞ് എന്ത് പറ്റി എന്ന് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കും. ഒരു പൊടിയരി കഞ്ഞി വാങ്ങിക്കും. അത് കുഞ്ഞിനൊന്നുമില്ല. കുഞ്ഞ് പിന്നെ ഓർമ്മ നഷ്ടപ്പെടുവാനിടയായി എന്റെ മകൾക്ക്. സ്തോത്രം. അങ്ങനെ 21ാമത്തെ ദിവസം, ഹല്ലേലൂയ, സ്തോത്രം, ഇതിനിടയ്ക്ക് എന്റെ അമ്മ ഒരു ചർച്ചിൽ പോവാനിടയായി തീർന്നു. അവിടെ നിന്ന് ഒരു പാസ്റ്റർ വന്ന് 2 പ്രാവശ്യം എന്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ 3ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പാസ്റ്ററിന്റെ മുഖം വളരെ ഒരു ദുഃഖപൂർണമായിട്ട് തീർന്നു. അല്ലെങ്കിൽ ശരിയാവും സിസ്റ്ററെ, കുഴപ്പമില്ലെന്നൊക്കെ പറയുന്ന ആ പാസ്റ്റർ 3ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. പാസ്റ്റർ വിഷാദിച്ച് പാസ്റ്റർ ഞാൻ പോകുന്നു, കാണാം എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി. അതും എന്റെ ഹൃദയത്തിനൊരു വേദന. എന്റെ ജീവിതത്തിൽ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ വിഷമിച്ചു പോയതെന്നുള്ളൊരു ചിന്ത. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 21ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ എന്റെ കുഞ്ഞ് പെട്ടെന്ന് കണ്ണു തുറക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇടയായി തീർന്നിട്ട് അവള് പറയണം, അമ്മ എനിക്ക് വിശക്കുന്നു. സ്തോത്രം. വിശക്കുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു മോളെ കാപ്പി ഉണ്ട്, തലേ ദിവസം വാങ്ങി വെച്ച ദോശ എന്തോ ഉണ്ടായിരുന്നു, അത് കഴിക്കുക പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവൾ ഒരു വാക്ക് പറഞ്ഞു, അമ്മ അമ്മ എന്തിനാണ് കരഞ്ഞത്? ഞാൻ ഒരു നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേർന്നതാണ്, ധാരാളം വെള്ള വസ്ത്രമിട്ട് നല്ല, ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത പാട്ടൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലത്ത്, എന്തൊരു ഭംഗിയുള്ള സ്ഥലത്ത് അവിടെ ഞാൻ എത്തിയായിരുന്നു. അപ്പോ അവിടെ ഉള്ള ഒരാള് പറഞ്ഞു, എന്തായാലും മോളെ നീ ഇവിടെ നിൽക്കണ്ട, മോളുടെ അമ്മ കരയുന്നു, പൊയ്ക്കോ, പിന്നെ വന്നാ മതി. ഈ അമ്മ കരഞ്ഞതുകൊണ്ടാണ് അമ്മ ഞാൻ ഇവിടെ വന്നത്, എനിക്ക് അവിടെയാണ് നല്ല ഇഷ്ടപ്പെട്ടത്. അവിടെ നമ്മളെ ചാച്ചനില്ലല്ലോ അമ്മ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും. നല്ല സ്ഥലം, അത് നമ്മള് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്ഥലത്താണമ്മ ഞാൻ എത്തിയത്. അമ്മ എന്തിനാണ് കരഞ്ഞതെന്ന് അവള് വളരെ ദുഃഖത്തോടെ പറയാനിടയായി തീർന്നു അവിടെ നിന്ന് വന്നതിന്. അപ്പൊ അത് എനിക്ക് മനസ്സിലായി. സ്തോത്രം, എന്റെ കണ്ണുനീര് കണ്ട് സർവശക്തനായ ദൈവം എന്നോട് കരുണ കാണിച്ച് സ്തോത്രം അവളെ എനിക്ക് മടക്കി തന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പിന്നീട് സ്തോത്രം വന്നപ്പോൾ, ഡോക്ടർമാർ വന്നപ്പോൾ അവള് ദോശ കഴിക്കുന്നത് കണ്ട് ഡോക്ടർമാര് ഇതെങ്ങനെ സംഭവിച്ച്, ഇന്നലെ ഒരു കുഞ്ഞു ഓർമ്മയില്ലാതെ കിടന്ന കുഞ്ഞ് ഇതെങ്ങനെ, എന്ത് പറ്റി അമ്മ, കുഞ്ഞ് എണീറ്റിരുന്ന് ആഹാരം കഴിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ല സാറേ, എന്റെ യേശു എന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുത്തതാണ്, എന്റെ യേശു വിടിവിച്ചതാണ്. അപ്പൊ അവിടെ വന്ന ഡോക്ടർ പറഞ്ഞു, ശരിയാണമ്മ, അമ്മ വന്ന നേരം തൊട്ട്, ഇവിടെ അഡ്മിറ്റ് ആയ നേരം തൊട്ട് അമ്മ കുഞ്ഞിന്റെ കൈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ കാണേണ്, അമ്മയുടെ കരച്ചില് ദൈവം കണ്ടു, ദൈവം തന്നതാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ കുഞ്ഞിന്റെ, എന്റെ മകളുടെ അസുഖം അതിൽ മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. സ്തോത്രം. അത് വന്നു കഴിഞ്ഞാൽ 90% കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. അഥവാ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോകും, എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകും. ആ നിലവാരത്തിൽ അത്രയ്ക്കും വളരെ ഭയാനകമായ ഒരു അസുഖമാണ് എൻ്റെ കുഞ്ഞിന് വന്നത്. എന്നാൽ സർവശക്തനായ ദൈവം 21 ദിവസം അവൾക്ക് ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4-5 ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടന്നു. ഹല്ലേലൂയ. എന്നാൽ അവൾക്ക് യാതൊരു അംഗവൈകല്യം ഒന്നും ഉണ്ടാകാതെ സ്തോത്രം ഡിഗ്രി വരെ പഠിച്ചു. സർവശക്തനായ ദൈവം ഇന്ന് അവൾക്കൊരു ഗവൺമെന്റ് ജോലി, ഒരു അംഗൻവാടി ടീച്ചറായിട്ട് കുടുംബമായിട്ട് അവൾ കഴിയുന്നു. സ്തോത്രം. അവരും ആത്മീയമായി ദൈവത്തെ പ്രാർത്ഥിച്ചും സ്തോത്രം ദൈവത്തിന് വേണ്ടി പറ്റുന്നത് പോലെയൊക്കെ ദൈവിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരും ജീവിക്കുന്നു. സ്തോത്രം. മരിച്ച് മൺമറയുമെന്ന് ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ, സ്തോത്രം, സർവശക്തനായ ദൈവം എന്റെ കുഞ്ഞിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഹല്ലേലൂയ, സ്തോത്രം, എന്റെ മകളുടെ ജീവിതത്തില് ഇങ്ങനെ പ്രശ്നങ്ങള് ഇങ്ങനെ സൗഖ്യമായി ഞങ്ങൾ വീട്ടിൽ വരികയും സ്തോത്രം പിന്നും ഒരു വർഷം എന്തോ കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ എന്റെ ഹസ്ബൻഡ് മരിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതിനുശേഷവും സ്തോത്രം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നാലേ സ്തോത്രം അത് കഴിഞ്ഞിട്ട് എന്റെ മകൻ എന്റെ ജീവിതത്തില് സ്തോത്രം എന്റെ ഭർത്താവ് മരിച്ച് ഒരു വർഷം കഴിഞ്ഞ് ആ തികയുന്ന ഒരു ദിവസം എന്റെ മകൻ ഒരു നെഞ്ചുവേദന അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ വിളിക്കാന് ഭയങ്കരമായിട്ട് നിലവിളി എടുത്താൽ നമ്മളെ കയ്യിലും നിൽക്കത്തില്ല, ഇങ്ങനെ കുഴഞ്ഞ് ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞ് ഇങ്ങനെ ഒരു നെഞ്ചുവേദന അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു ഒരു സന്ധ്യാസമയത്ത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് പിന്നെ റോഡി എടുത്തുകൊണ്ട് പോയി. സ്തോത്രം. അവിടുന്ന് ഹല്ലേലൂയ 108 വന്നു കൊണ്ടുപോയി. അപ്പൊ ഈ 108 കയറി കൊണ്ടുപോകുമ്പോൾ ആരും ഇല്ല കൂടെ വരാനായിട്ട്. ഈ വയസ്സായ അമ്മയും ഞാനും എന്റെ മകളും മാത്രമാണ്. സ്തോത്രം. എന്നാൽ ഈ 108 കുഞ്ഞിനെയും കൊണ്ട് കയറിയ സമയത്ത് പിന്നെ എന്റെ മകൻ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക്, ഞാൻ മരിച്ചു, എനിക്ക് എന്റെ അമ്മേനോട് ജീവിച്ച് കൊതി തീർന്നില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം ഈ സ്ട്രെച്ചറിൽ കിടക്കാനായിട്ട് പറ്റില്ല. അവന് വെപ്രാളം കൊണ്ട് അവനെ തറയില്, ഈ വണ്ടിയുടെ തറയിൽ കിടത്തിയിട്ട് ഞാൻ അവനെ കെട്ടി പിടിച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവനെ ഞാൻ ജീവനോടെ ഈ ആംബുലൻസിൽ കയറ്റുന്നു, എനിക്ക് എന്റെ ദൈവം ജീവനോടെ തിരികെ തരണം. ഈ ഒരു വാക്ക്, ഈ ഒരു ഇത് നമ്മുടെ അപ്പനോട് പറയും പോലെ അല്ലെങ്കിൽ അമ്മയോട് പറയും പോലെ സ്തോത്രം ഞാൻ അത് പറഞ്ഞു. സ്തോത്രം. പറഞ്ഞു ഞാൻ ഇങ്ങനെ അവന്റെ അടുത്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന്റെ ആ വെപ്രാളം ഒന്ന് കുറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് സ്തോത്രം അവൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തെ അവിടെ ഡോക്ടറുടെ കയ്യിലിരുന്ന് 1.5 വയസ്സായ കുഞ്ഞു മരിക്കാനിടയായി തീർന്നു. 1.5 വയസ്സായ. അപ്പൊ വീണ്ടും എവന്റെ ചികിത്സ താമസിച്ചു.
കാരണം ഇവന് അപ്പോ ചികിത്സയോ അല്ലെങ്കിൽ മെഡിസിനോ അല്ല, എന്റെ മകന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ അവിടെ നിന്ന് വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞു. ഈ ഡോക്ടർ മറ്റേ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം ചെയ്തതിന് ശേഷമാണ് എന്റെ മകനെ കൊണ്ടുവന്നത്. തിരിച്ച് നോക്കി ഇങ്ങനെ എടുത്തപ്പം പറഞ്ഞു, എന്തായാലും കുഞ്ഞിന് ഹാർട്ടിന് ചെറിയ ഹോൾ ഉള്ളതായിട്ട് തോന്നുന്നു, നമുക്ക് എക്കോ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഓ ശരി എന്ന് പറഞ്ഞ് അന്ന് മൊത്തം അവിടെ ഇരുന്നു. എന്നാല് സർവശക്തനായ ദൈവം ഒക്കെ എടുത്തപ്പോൾ അവന്റെ ഹാർട്ടിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല. അവൻ ആംബുലൻസിൽ പോയ അവൻ പിറ്റേന്ന് രാവിലെ വെളുപ്പിന് 6:30 ഞങ്ങള് ബസ്സിലാണ് വന്ന് ആ ജംഗ്ഷനിൽ ഇറങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോ അവിടെ ഒരു കൂട്ടം, കാരണം ഇവന്റെ വിളി കൊണ്ട് 108 ആംബുലൻസ് വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടി. അപ്പോൾ ഈ കുഞ്ഞ് എന്തായാലും മരിച്ചു പോകും എന്നുള്ള ധാരണയില് ആ ദേശം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് ഇവ ഇറങ്ങി ഇങ്ങനെ ഞങ്ങൾ നടന്ന് ആ ജംഗ്ഷനിലൂടെ, ശരിക്കും ആൾക്കാരുള്ള ജംഗ്ഷനാണ്, ജംഗ്ഷനിലൂടെ നടന്നു വന്നപ്പോൾ അവരെല്ലാം അതിശയത്തോടെ നോക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ യേശു പൂർണ്ണ സൗഖ്യം തന്നതാണ്. അപ്പൊ അതിലൊരു ഹിന്ദു പറഞ്ഞു, അത് ശരിയാണ്, ഇവരുടെ അമ്മുമ്മ എപ്പോഴും പള്ളിയിൽ പോവും, എല്ലാ ആരാധനയ്ക്കും പോകും, രാത്രി ബസ്സിന് പൈസ ഇല്ലെങ്കിൽ 15 കിലോമീറ്റർ വരെ എന്റെ അമ്മ നടന്ന് ആരാധനയ്ക്ക് പോകുന്ന ഒരു അമ്മയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. സ്തോത്രം. അമ്മയാണ് ആദ്യമായിട്ട്, അനുജത്തിയും അമ്മയുമാണ് ആദ്യമായിട്ട് ബെന്തിക്കോസ്ത് അനുഭവത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവന് സ്തോത്രം ഈ അസുഖം ദൈവം പൂർണ്ണമായിട്ടൊരു സൗഖ്യം കൊടുത്തു. എങ്കിലും പിന്നെ ഇവന് ഫിക്സ് പോലെയൊക്കെ വരികയും അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി EG എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി EG എടുക്കുന്നു, ഇതെന്തോന്നാണ്. അപ്പൊ ഞാൻ അവിടെ ആശുപത്രി EG എടുക്കാനായിട്ട് ഇങ്ങനെ തുണ്ടെല്ലാം കൊടുത്തപ്പോ അവിടെ നിന്നപ്പോൾ എന്റെ മനസ്സില് ദൈവം സൗഖ്യമാക്കുന്ന ദൈവമല്ലേ, പിന്നെ എന്തിനീ മെഡിക്കൽ കോളേജിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള ചിന്ത എന്റെ ജീവിതത്തെ കടന്നു വന്നിട്ട് ഞാൻ പറഞ്ഞ, മോനെ നമുക്ക് വീട്ടിൽ പോവാം, ഇനി ദൈവം സൗഖ്യം തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു അവിടെ വെച്ച് ആ പേപ്പറിന്, ആ ആശുപത്രിയുടെ ആ സ്റ്റെപ്പിന്റെ അവിടെ വെച്ച് ആ പേപ്പറിനെ വലിച്ച് കീറിയിട്ട് ഞാൻ അവനെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഇന്ന് വരെയും എന്റെ മകന്റെ ജീവിതത്തിലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സർവശക്തനായ ദൈവം ഇടവരുത്തിയിട്ടില്ല. സ്തോത്രം. അവന് 21 വയസ്സായി, അവൻ ഗ്രാഫിക് ഡിസൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവനും ഇതിനിടയ്ക്ക് പിന്നും വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ കടന്നു വന്നു. എങ്കിലും സർവശക്തനായ ദൈവം അവനെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു കോട്ട പോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്റെ ഹല്ലേലൂയ, സ്തോത്രം. ഇതിൽ ഞാന് അപ്പോ ഈ പ്രതിസന്ധികള് ഒന്നു മാറി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അയൽവക്കക്കാരും ഹിന്ദുക്കളും ഒക്കെ പറയും, ഇത് വേറെ ഒന്നുമല്ല, എന്തോന്നിനെ മരിച്ചുപോയ ഭർത്താവിന്റെ ഉപദ്രവമായിരിക്കും, അല്ലെങ്കിൽ ദേശത്തുള്ള എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി ചോദിച്ചറിഞ്ഞിട്ട്, സ്തോത്രം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മകന് രാത്രി 12 മണിക്കൊക്കെയാണ് അസുഖങ്ങൾ കൂടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അപ്പോ വീട്ടുജോലിക്ക് പോവുമായിരുന്നു. വീട്ടുജോലിക്ക് പോയിട്ട് വന്ന് കഞ്ഞി വെക്കാനായിട്ട് ഉള്ള പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവന് വയ്യാതാവും. ഇവനൊരുമാതിരി ഈ ദേഹമൊക്കെ ഒരുമാതിരി ആയിട്ട് വല്ലാത്തൊരു കരച്ചിലും, വീട്ടിനകത്ത് കയറത്തില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു. എന്നാല് സ്തോത്രം, ദൈവത്തോട് അടുത്തു. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ അവനോട് പറ്റിയിരിക്കാൻ അവൻ എന്നെ വിടുവിച്ചു എന്ന്. സ്തോത്രം. അതെനിക്ക് ദൈവത്തോട് പറ്റിയിരിക്കുവാനുള്ള ഒരു മുഖാന്തരം ദൈവം ഇടയാക്കി. എങ്കിലും ഞാന് പറഞ്ഞു, സ്തോത്രം, ഒരു മന്ത്രവാദിയുടെ അടുത്തോ ഒരു സ്തോത്രം ഒരു മറ്റു ദൈവങ്ങളുടെ അടുത്തോ ഞാൻ പോകുന്നില്ല. ദൈവം എന്നെ സ്തോത്രം സൗഖ്യമാക്കുന്നെങ്കിൽ, ദൈവം എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുന്നെങ്കിൽ വിടുവിച്ചാൽ മതിയെന്ന് പറഞ്ഞു സ്തോത്രം പ്രാർത്ഥിക്കരുത്. സ്തോത്രം. ദൈവത്തോട് നമ്മൾ അടുക്കും തോറും, സ്തോത്രം, എന്റെ ജീവിതത്തില് ഞാൻ എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നുവോ അത്രത്തോളം എന്റെ പ്രതിസന്ധികള് മാറി വന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഈ പ്രത്യക്ഷത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, അതിൽ നിന്നെല്ലാം ഞാൻ ഉറച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയായതിനു ശേഷം, സ്തോത്രം, എന്റെ മകന്റെ ജീവിതത്തിന്റെ ഈ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറി
മാറുകയും സ്തോത്രം എനിക്ക് ഭവനത്തിനകത്ത് സ്തോത്രം കിടന്നുറങ്ങുവാൻ, അല്ലെങ്കിൽ രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഇരിക്കുമായിരുന്നു സ്തോത്രം. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ തന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ജീവിതത്തിൽ നിന്നൊരു മാറ്റം എന്റെ സ്വർഗത്തിലെ ദൈവം തരുന്നതിനോടൊപ്പം തന്നെ സ്തോത്രം എനിക്ക് എന്റെ ദൈവത്തോട് സ്തോത്രം എനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങള് ഹല്ലേലൂയ ഞാൻ മറ്റുള്ളവരോട് പറയുവാനായിട്ട് സ്തോത്രം ദൈവം ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഒരുക്കി. കാരണം എന്നെക്കാളും സ്തോത്രം വളരെ ദുഃഖത്തിലും വളരെ പ്രയാസത്തിലും ഈ രോഗ പ്രതിസന്ധിയിലും ഹല്ലേലൂയ പ്രതികൂലത്തിലൊക്കെ കിടക്കുന്നവരോട് സാരമില്ല, ദൈവം സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയുവാൻ എന്റെ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കി. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുവാൻ, ദൈവം ഇങ്ങനെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, നമ്മളെ കഷ്ടത്തിൽ സഹായിക്കുന്ന ദൈവമാണ്, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്, എന്റെ മക്കളെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്, എന്നെ പരിപാലിക്കുന്ന ദൈവമെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ അത് എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു സ്തോത്ര കുശവന്റെ കയ്യിലെ കളിമണ്ണ് സ്തോത്രം അതിനെ പണിയുമ്പോൾ അതിന് വളരെയധികം വേദന അനുഭവപ്പെടാറുണ്ട് സ്തോത്രം. അത് പണിഞ്ഞത് ആ തീക്കകത്തിരുന്ന്, ആ തീ ചൂളക്കകത്തിരുന്ന് അത് പുറത്തിറങ്ങുമ്പോഴാണ് അത് ഭംഗിയേറിയ ഒരു പാത്രമാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും സ്തോത്രം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എന്നെ കൈപിടിച്ചു നടത്തുകയാണെന്നും ഹല്ലേലൂയ എനിക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവ ഇടയാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് സ്തോത്രം ഹല്ലേലൂയ എന്നെ ദൈവ അനവധി അത്ഭുതങ്ങളിലൂടെ ദൈവ സ്തോത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം. ഒരു 4 വർഷത്തിന് മുമ്പ് ഹല്ലേലൂയ എന്റെ മകന്റെ ജീവിതത്തിൽ വലിയൊരു ആക്സിഡന്റ് കടന്നു വരുവാൻ ഇടയായി തീർന്നു സ്തോത്രം. അവനൊരു ഒരു കൂട്ടുകാരന്റെ ബൈക്ക് എടുത്തു കൊണ്ടുപോയി സ്തോത്രം. അവൻ ഇങ്ങനെ അമിതമായ സ്പീഡിൽ പോയി 2 വാഹനം ഇടിച്ചു തെറിപ്പിച്ചു സ്തോത്രം. അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു ആ വാഹനം. എന്നാല് സ്തോത്രം അവിടെ ഈ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ സ്തോത്രം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എന്റെ മകൻ വണ്ടിയിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു 10-20 മീറ്റർ ദൂരം നിരങ്ങി മാറിയിട്ട്, വീതിയില്ലാത്ത റോഡാണത്, നിരങ്ങി മാറിയിട്ട് ഒരു കലിങ്ങിന്റെ അടുത്ത്, ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു, കലിങ്ങിന്റെ അടുത്ത് തട്ടിയില്ല എന്നുള്ള രീതിയിൽ ആരോ എടുത്ത് കിടത്തിയതുപോലെ അവൻ ബാക്കിലോട്ടാണ് നീങ്ങിയിരുന്നെങ്കിൽ ഒരു വീട്ടിന്റെ മതിലിൽ തലയിടിക്കും. അല്ല അവൻ ഇടത്തോട്ടാണ് നീങ്ങിയെങ്കിൽ ആ കലിങ്കിൽ തലയിടിച്ച് അവൻ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. എന്നാൽ അവിടെ എന്റെ ദൈവം, സർവശക്തനായ ദൈവം അവനെ കരത്തിൽ, സത്യം അത് ചെന്ന് ഇങ്ങനെ അവൻ കിടക്കുന്നത് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, കോരിയെടുത്ത് അവനെ കിടത്തിയതുപോലെ ആ സ്ഥലത്ത് ദൈവം കിടത്തുവാനായിട്ട് ഇടയാക്കി തീർന്നു സ്തോത്രം. അവനെ കുറിച്ചും ദൈവിക വാഗ്ദത്തം ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് സ്തോത്രം ശത്രുവിന് ഇട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ജീവിതത്തിലെ ഹല്ലേലൂയന്റെ ജീവിതത്തിലെ സ്തോത്രം ഞാന് പിന്നെ ഇപ്പോൾ ഒരു ചെറിയ വീടായിരുന്നു, അത് പൊളിച്ചു സ്തോത്രം. അതെനിക്ക് ഇപ്പൊ പണി നടക്കുകയാണ്. കുറച്ചും കൂടെ പണികളുണ്ട്. എന്റെ അമ്മയുടെ ആഗ്രഹമാണ് എന്റെ ഭവനം ഒരു പ്രാർത്ഥനാലയമാക്കി തീർക്കണമെന്ന് സ്തോത്രം. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അതിലൊക്കെ കാര്യം സ്തോത്രം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമമൊക്കെ അനുഭവിക്കുന്ന അവരൊക്കെ വരും. സഹോദരിമാരെന്നോട് ഓരോ വിഷമമൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, വരും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് സ്തോത്രം. അതിപ്പം ഈ വീട് പണിയില്ല, ഞാന് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്നിപ്പം കുഞ്ഞമ്മയുടെ വീട്ടിലാണ് വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ താമസിക്കുന്നത് അടുത്ത് അതിനുള്ള സാഹചര്യങ്ങള് ഇത്തിരി മോശമാണ് സ്തോത്രം. എത്രയും പെട്ടെന്ന് വീട് അത് ശരിയാകണം സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഒരു പ്രാർത്ഥനാലയമാക്കി തീർക്കണം സ്തോത്രം. ഹല്ലേലൂയ. എന്നാലേ സ്തോത്രം ഈ നിമിഷങ്ങളില് ദൈവത്തിന് വേണ്ടിയിട്ട് സ്തോത്രം പല സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ സാക്ഷിയായിട്ട് പറയുവാനൊക്കെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു സ്തോത്രം. അനേകർക്ക് ഒരു ആശ്വാസം. ഞാൻ ആശാ വർക്കറാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഫീൽഡിൽ പോകുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും
ദൈവം എനിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാനൊക്കെ ദൈവം ഇടയാക്കുന്നു. സ്തോത്രം. അതിലെ എടുത്തു പറയത്തക്കത്, ഒരിക്കൽ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ സ്തോത്രം, എത്ര തന്നെ ബെല്ലടിച്ചിട്ട് അവര് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ പക്ഷെ എനിക്ക് ആ വീട്ടിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ആരും എന്നെ നിർബന്ധിച്ച് പോകുന്നത് പോലെ ഞാൻ പോയ വീടാണ്. അപ്പോ അവര് ഇറങ്ങി വരാതെ ആയപ്പോൾ സ്തോത്രം, ഞാൻ തിരികെ നടക്കാൻ പോയപ്പോൾ അവര് ജനലിലൂടെ ഒരു സഹോദരിയാണ് തുറന്നിട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതാണ്, പക്ഷെ എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ സംസാരിച്ചു. ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു പുള്ളിക്കാരി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് എന്നില് അവരോട് സംസാരിക്കുവാൻ എന്റെ നാവിൽ തന്നു. സ്തോത്രം. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഒന്ന് വീടിനകത്ത് കയറി വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ കിടക്കായിരുന്നു പുള്ളി. അപ്പൊ ഞാൻ വീടിനകത്ത് കയറി അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, സുനിത വരാതിരുന്നെങ്കിൽ ഞാൻ മരിക്കാനായിട്ട് കയറെല്ലാം എടുത്ത് എന്റെ ബെഡിന്റെ അടിയിൽ വെച്ചിട്ട് അതിങ്ങനെ എല്ലാം റെഡിയാക്കി കിടക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം സ്തോത്രം, ഹല്ലേലൂയ, ഓരോ വ്യക്തികളെയും, കഷ്ടത്തിലും രോഗത്തിലും ഇരിക്കുന്ന വ്യക്തികളെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം എന്നെ അവിടെ പറഞ്ഞയച്ചത്. അതിനൊരു പാത്രമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചതിന് ഞാൻ ഒരിക്കലും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അപ്പൊ ഞാനിങ്ങനെ വചനമൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, എന്നോട് പറ്റും പോലെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അതിനുശേഷം സ്തോത്രം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ സഹോദരിയെ കാണുവാനിടയായി. നല്ല ആരോഗ്യത്തോടെ പ്രിയ സഹോദരി ഇപ്പോൾ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സ്തോത്രം, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ, സർവശക്തനായ ദൈവം എന്നെ അധികമായി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട്, അധികമായി എന്നെ സ്നേഹിച്ചുകൊണ്ട് സ്തോത്രം, ദൈവം എന്നെ വഴി നടത്തുകയാണ്. സ്തോത്രം. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ തന്നെയാണ്. സ്തോത്രം. ആമേൻ, 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 ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സുനിത, ആമേൻ. കർത്താവ് സുനിതയെ നമ്മൾ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവം നമ്മെ ഉപയോഗിക്കും. നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നാലും സുനിതയുടെ ജീവിതത്തിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നു. ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം അറിയുവാനിടയായി തീർന്നു. ഇപ്പോൾ ആശാവർക്കർ ആയിരിക്കുമ്പോഴും സുനിതയിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു വലിയവനാണെന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ളതായ ഒരു മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കുന്നു. ഏത് സാഹചര്യങ്ങളിൽ നാം ആയിരുന്നാലും ദൈവം നമ്മെ ഉപയോഗിപ്പാൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ വലിപ്പമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഒന്നുമല്ല, നമ്മുടെ യോഗ്യതയൊന്നുമല്ല ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുള്ളത്. ദൈവജനത്തെ നമുക്ക് കാണാം, ഒരു പുഴുവിനെ കർത്താവ് എന്തോ ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് ആരെയും ഉപയോഗിക്കും. നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഇന്നാരെന്നോ ഒന്നുമില്ല. വലിയവരെയും ചെറിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. സുനിത ഇനിയും കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ, അനേകർക്ക് ആശ്വാസമാക്കി തീർക്കട്ടെ. എല്ലാ കാര്യങ്ങളും കർത്താവ് നന്നായി ചെയ്തു തരട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഞങ്ങളത് നന്ദി കരയേറ്റുന്നു. ഗോഡ് ബ്ലസ് യു. സുനിത ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിത്യനും പരിശുദ്ധനും നീതിമാനുമായ സർവശക്തനായ ദൈവമേ, സ്തോത്ര കർത്താവേ. ഹല്ലേലൂയ. കുറച്ചു നേരം സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ചാനലിലൂടെ കർത്താവ് നടത്തിയ വഴികളും കർത്താവിന്റെ വിധങ്ങളും പറയുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകർക്ക് അതൊരു ആശ്വാസമായി, ഒരു സമാധാനമായി, ഒരു വിടുതലായി വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ചാനലിനെയും അതിന് മുഖാന്തരമാക്കിയ പ്രിയ ദൈവദാസിയെയും പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയ്ക്കും അങ്ങേക്കായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിക്കുമ്പോൾ കൃപയോട് കേൾക്കണം പരിശുദ്ധനായ പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. താങ്ക് യു, താങ്ക് യു സുനിത. കർത്താവ് സഹായിക്കട്ടെ.